ചന്തു ചന്ദ്രശേഖറിലേക്ക് കൂടി പോവുകയാണ്. ചന്തു, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തിരച്ചിലൊടുവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഈ നമ്മൾ പറയുന്ന പോലെ നഗരം ഭരിക്കുന്നവർക്ക്, മാലിന്യം വലിച്ചെറിയുന്ന നഗരവാസികൾക്ക്, സംരംഭകർക്ക് ഒരാൾക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. നമ്മളെല്ലാവരും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും ഈ സംഭവം നേരിൽ കാണുമ്പോൾ. ഏതാണ്ട് 1 കിലോമീറ്ററോളം ആ മൃതദേഹം ഒഴുകിയല്ലേ? സേതുലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് മൃതദേഹം ഒഴുകി ഇവിടെ നിന്നും, അതായത് ഈ പരിശോധന നടക്കുന്ന സ്ഥലത്ത് നിന്നും മാറി ഈ പുലാമൂട് പാലത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്കൂബ ടീമിന്റെ ഒരു വലിയ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഫലമായാണ് ഇവിടെ നിന്നും ഇവർ കൊടുത്ത ഒരു സമ്മർദ്ദം, ജലം ഉപയോഗിച്ചും ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനുമൊക്കെ ഇവർ നൽകിയ ഒരു സമ്മർദ്ദമുണ്ട്. അതിന്റെ ഫലമായും കഴിഞ്ഞ ദിവസത്തെ ഒഴുക്കും ഒക്കെ കൂടിയായപ്പോഴാണ് ഈ മൃതദേഹം ഇവിടെ നിന്നും മാറി ഇപ്പോൾ താഴേക്ക് പോയിരിക്കുകയും അവസാനം കണ്ടെത്താൻ സഹായകരമാകും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ ഇവരുടെ അധ്വാനം, ആ അധ്വാനത്തിന് ഫലമുണ്ടായിരിക്കും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ്. ആ സ്കൂബ ടീം അവരുടെ ഇവിടുത്തെ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. കാരണം ഈ മൃതദേഹം കിട്ടിയ സാഹചര്യത്തിൽ ഈ നടപടികൾ അവർ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും ഈ മാലിന്യം നിറഞ്ഞ നദിയിലും മുഴുവൻ സമയം പ്രവർത്തനം നടത്തിയ സ്കൂബ ടീം അംഗങ്ങളാണിത്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ സേവനം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ നേവി പരിശോധന ഇന്ന് ആരംഭിച്ചതിനിടെയാണ് ഈ മൃതദേഹം കിട്ടിയതെങ്കിലും കഴിഞ്ഞ 2 ദിവസം ഇവർ നടത്തിയ ആ പരിശ്രമത്തിന്റെ ഫലമായാണ് മൃതദേഹം കിട്ടിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ഇവർ ഇവിടെ പരിശോധന തുടരുമ്പോഴും 2 സംഘങ്ങളായി ഈ പാർവതി പുത്തനാറിന്റെ ഭാഗത്തും ആമേഴഞ്ചാൻ തോടിലും പരിശോധന നടത്തി വരികയായിരുന്നു. ആ പരിശോധനയുടെ കൂടി ഫലമാണ് ഇന്ന് ഈ തെരച്ചിൽ ആരംഭിക്കുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിച്ചിരിക്കുന്നു. എന്തായാലും ഈ സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ അവരുടെ ഇവിടുത്തെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ശരി ചന്തു, എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ, ചന്തു ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ അപകടം നടന്ന സമയം മുതൽ ഈ ദുർഗന്ധം വമിക്കുന്ന ഈ തോട്ടിൽ ഇറങ്ങി മുങ്ങിത്തപ്പിയ ഓരോരുത്തരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അവരെ നമുക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. കാരണം അത്രയും മഹത്തായ ഒരു സേവനം, അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കാം ഇത്. എങ്കിൽ കൂടി ഈ നാട്ടുകാർ ഒന്ന് തൊടാൻ അല്ലെങ്കിൽ കാലിടാൻ പോലും അറയ്ക്കുന്ന ഒരു വെള്ളത്തിൽ ഇറങ്ങി ഈ 2 ദിവസം അവർ മുങ്ങിത്തപ്പി ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി. അവരെ എന്താണെങ്കിൽ നമുക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു രക്ഷാ ദൗത്യം തന്നെയാണ് തലസ്ഥാനത്ത് സ്കൂബ ടീമിന്റെ ഭാഗമായി കേരള ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പ്രവൃത്തി. ഒരു മനുഷ്യനെ കണ്ടെത്താൻ, ആ മനുഷ്യ ജീവന് അവർ നൽകുന്ന വില എത്രയാണ് എന്നുള്ളത് നമ്മളെല്ലാം കഴിഞ്ഞ 2 ദിവസമായി നേരിൽ കാണുകയാണ്. ഓരോരുത്തർക്കുമുള്ളൊരു നന്ദി, അത് വാക്കുകൾക്ക് അതീതമാണ്. ഇവർ ചെയ്ത ആ ഒരു പ്രവർത്തനങ്ങൾക്കുള്ള നന്ദി പറയുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി നടന്ന വലിയൊരു രക്ഷാദൗത്യത്തിനൊടുവിലാണ് മാരായമുട്ടം സ്വദേശി ജോയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ആമയിഴഞ്ചാൻ തോട്ടിൽ വൃത്തിയാക്കാനായി ഇറങ്ങുന്നതിനിടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അതിൽ പെട്ടുപോയത്, ഒഴുക്കിൽ പെട്ടുപോയത്. അതിനുശേഷം ഈ മാലിന്യ കൂമ്പാരത്തിൽ പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ജോയ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അഞ്ജു ജയപ്രകാശിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. അഞ്ജു, നമ്മൾ പറഞ്ഞതുപോലെ ഈ റെയിൽവേ ആദ്യഘട്ടത്തിൽ റെയിൽവേ പറഞ്ഞു ഇത് മാലിന്യം നീക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അത് കോർപ്പറേഷനാണെന്ന് പറഞ്ഞു. കോർപ്പറേഷൻ മേയറും മന്ത്രിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവാദിത്തം റെയിൽവേക്കാണ്. റെയിൽവേ ആ ഭാഗത്ത് വൃത്തിയാക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഒഴുക്ക് തടസ്സപ്പെട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു മനുഷ്യജീവൻ അതിനകത്ത് കിടക്കുമ്പോൾ പോലും പുറത്ത് ഇത്തരത്തിലുള്ള നാണംകെട്ട ചർച്ചകളൊക്കെ നമ്മൾ കേട്ടതാണ്. നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു സമയത്തൊക്കെ ഇതിനുള്ള സമയമാണോ? അവരും പലപ്പോഴും പറയുന്നുണ്ട് ഇതിനുള്ള സമയമല്ല, എങ്കിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലം, തോടിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയ മാലിന്യം നിറഞ്ഞ് മൃതദേഹം കണ്ടെത്തിയ ഭാഗം, ഇത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു അഞ്ജു? എല്ലാവരെയും കണ്ണു തുറപ്പിക്കാൻ, ഈ മാലിന്യ കൂമ്പാരം പുറം ലോകം അറിയിപ്പിക്കാൻ ഈ ഒരു മരണം വേണ്ടി വന്നില്ലേ?
അങ്ങനെ തന്നെയാണ് സേതു ഉള്ളത്. ഒരു മരണം വേണ്ടി വന്നു നമ്മുടെ നാട്ടിലെ മാലിന്യ കൂമ്പാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. ആ ചർച്ചയിൽ തന്നെ അധികാരികൾ ഭയന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും റെയിൽവേ കോർപ്പറേഷനെതിരെ പറയുന്നു, കോർപ്പറേഷൻ റെയിൽവേക്കെതിരെ പറയുന്നു. ഒരു മനുഷ്യജീവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി പുറത്ത് എടുക്കാൻ വേണ്ടി ആ സേനകൾ നടത്തിയ പരിശ്രമം, അതിനെ മാത്രം നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഈ അഴുക്കുവെള്ളത്തിൽ ഇത്രയും മണിക്കൂർ കിടന്ന് ഒരു മനുഷ്യജീവനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു, അതും 3 ദിവസങ്ങളിലായിട്ട്. പക്ഷേ ഇനി ഉത്തരം പറയേണ്ടത് ഇറിഗേഷൻ വകുപ്പ് കൂടിയാണ്. കോർപ്പറേഷൻ അതിനുള്ള മേൽനോട്ടമൊക്കെയുണ്ട്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെതാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഉത്തരവാദിത്തം. ഇവിടെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ 13 വർഷത്തിനിടെ 12 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ മാലിന്യം നീക്കാനുള്ള പ്രവൃത്തികൾ നടത്തിയെന്ന് പറയുന്നു. ആ കോടികളൊക്കെ ഈ കാണുന്ന വേസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ വേസ്റ്റ്. എവിടെയാണ് ആ കോടികൾ ചെലവഴിച്ചത് എന്നതിൻ്റെ ഉത്തരം ഇന്ന് അവർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഈ തോടിൻ്റെ ഭാഗങ്ങളിലൊക്കെ നെറ്റ് കെട്ടിക്കൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഭിത്തികളൊക്കെ നിർമ്മാണം നടത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ ഈ KSDUPയുടെ പദ്ധതി പ്രകാരം 9 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാലം കുറെ ആയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് എന്തൊക്കെ പുരോഗതി, ഓരോ മഴക്കാലത്തിന് മുമ്പും ശുചീകരണം നടത്തിയോ, എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ പുറത്തേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇതിനൊക്കെയുള്ള ഉത്തരം തന്നെയാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ജൂണിൽ ഈ ഇറിഗേഷൻ വകുപ്പ് ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് 80 ലോഡ് മാലിന്യം കോരി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ കാണുന്ന ഈ മാലിന്യം എങ്ങനെ നിന്ന് വന്നു? ഈ മാലിന്യം എന്തായാലും 1-2 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാലിന്യമല്ലെന്ന് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുകയാണെങ്കിൽ ഇതിന് പിന്നെ ആരാണ് ഉത്തരവാദി എന്ന് കൂടി ഈ വകുപ്പുകൾ കൂടി പറഞ്ഞു തന്നാൽ അത് ഒരുപക്ഷെ വ്യക്തമാകും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള തെരച്ചിലിലൂടെ ഒരുപക്ഷെ അധികാരികളുടെ കണ്ണൊന്ന് തുറന്നു കാണും. ഒരു മനുഷ്യജീവൻ നൽകേണ്ടി വന്നു ഇത്തരത്തിലൊരു മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി. അതിനെ കോർപ്പറേഷൻ ആയിക്കോട്ടെ, റെയിൽവേയുടെ ഭാഗമായിക്കോട്ടെ, ഇറിഗേഷൻ വകുപ്പായിക്കോട്ടെ, ഇവരൊക്കെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടുപോകുന്ന ആളുകളെ രക്ഷിക്കാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലായി കാണും. കാരണം റോബോട്ടിക് സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ ടെക്നോ പാർക്കിൽ നിന്നടക്കം റോബോട്ടിക് സംവിധാനം കൊണ്ടുവന്നു. സോണാർ സംവിധാനം, ഏത് രാത്രിയും ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നാവികസേനയുടെ സോണാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ അടക്കം സഹായത്തോടുകൂടി ഒരു മനുഷ്യനെ തേടാൻ വേണ്ടി നമ്മൾ പരമാവധി എല്ലാം ശ്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അവസാനം ദുഃഖം മാത്രമാണ്. അവസാനം ഒരു ശുഭവാർത്തയല്ല നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇനിയെങ്കിലും ഈ അധികാരികൾ ഉണർന്നില്ലെങ്കിൽ ഈ അപകടങ്ങൾ, ഇതുപോലുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ സേതു പലതവണയായിട്ട് ഈ പ്രതിഷേധങ്ങളിലൊക്കെ ചില വാക്കുകൾ ഉയർന്നു കേൾക്കാവുന്നതാണ്. അതായത് ഈ അധികാരികളെ അന്ധന്മാരെ എന്നൊക്കെ. അത് സത്യമാണെന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന അധികാരികളുടെയൊക്കെ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ തോടിലൊക്കെ കാണുന്നത്. വെള്ളമൊഴുകുന്ന ഒരു തോട്, ആ തോടിൻ്റെ 100 മീറ്റർ ആണ്. അതായത് ഉപ്പിടാമൂലം പാലത്തിൻ്റെ അവിടെ നിന്ന് ഈ തകരപ്പറമ്പിലേക്ക് കാണുന്ന 100 മീറ്ററോളം ഇപ്പോൾ കാണുന്നത് കെട്ടുകളായിട്ട് എത്രയോ നാളുകളായി നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന മാലിന്യം. ഇന്നലെ രാത്രിയോടെ നല്ല മഴയായിരുന്നു പല ഇടങ്ങളിലൊക്കെ. അങ്ങനെ പലതും കുറേയൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് വീണ്ടും ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു. അതിലായിരിക്കാം ഒരുപക്ഷെ ടണലിൻ്റെ പരിസരത്ത് നിന്നൊക്കെ മാലിന്യം, അതായത് ഈ മൃതദേഹം ഒഴുകി ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. കാരണം ടണലൊക്കെ 117 മീറ്ററുള്ള ടണലൊക്കെ പല തവണയായിട്ട് JCB ഉപയോഗിച്ചും ഈ സ്കൂബ ടീം അംഗങ്ങൾ പല തവണയായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഉൾഭാഗത്തൊക്കെ അവർ തന്നെ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബോട്ടിന് ഉൾപ്പെടെ ഇത്തരത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി പരിശോധന നടത്തുക പ്രായോഗികമായിരുന്നില്ല. അതിനാൽ തന്നെ പുറകോട്ട് ഡൈവ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. കയ്യിലെ ഉറയൊക്കെ മാറ്റിക്കൊണ്ട് ഈ മാലിന്യത്തിൽ തൊട്ടാണ് അവർ പലപ്പോഴും പരിശോധന നടത്തിയിട്ടുള്ളത്. അത്തരം അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ പോലും തങ്ങളുടെ കൈമേയ് മറന്നുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യന് വേണ്ടി. പക്ഷേ നിരാശ മാത്രം ഫലം. എന്തായാലും ആ അമ്മ, ആ നാട്
അതൊക്കെ ഈ സഹോദരനെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിമിഷം നമുക്ക് മുന്നിൽ കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യം. ഇനി എന്തായാലും നിരീക്ഷണ ക്യാമറകളൊക്കെ ഇടിമിന്നൽ അടിച്ചു പോയി ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ ഇടുന്നത് തടയാൻ സാധിച്ചില്ല എന്നൊക്കെ ഇനി വീണ്ടും പഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ ഉത്തരങ്ങൾ എന്തായാലും ഈ വകുപ്പുകളൊക്കെ നൽകിയേ തീരുള്ളൂ. ഇത്രയും അതായത് ഇതിപ്പോൾ റെയിൽവേയുടെ ഭാഗമല്ല, ഇതിപ്പോൾ കോർപ്പറേഷന്റെ ഭാഗം തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പരിസരങ്ങളിൽ നിന്നാണ് നേരത്തെ ഉള്ള ഈ സ്കൂബ ടീം അംഗങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഈ മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ഈ മൃതദേഹം, ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹം കണ്ടെത്തി പുറത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അതിൻ്റെ തുടർ നടപടികൾക്കായി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിൽ ചില നടപടിക്രമങ്ങൾക്ക് ശേഷം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ജോയി തന്നെയാണെന്നുള്ളത്. അതിനുശേഷം തീർച്ചയായിട്ടും ഈ അധികാരികളിൽ നിന്ന് നമുക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. എന്തായാലും വീടുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ ഈ നഗരപ്രദേശങ്ങളിലെ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ തോടിലേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ നേർദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്കുൾപ്പെടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ജോയി, അദ്ദേഹത്തിന്റെ അപകടം വന്നതിന് ശേഷമാണ് ഈ ലോകം ഈ കാഴ്ച, ഈ ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ ഈ നാണക്കേടുണ്ടാക്കുന്ന കാഴ്ച കാണുന്നത്. പക്ഷേ 1500 രൂപയ്ക്ക് വേണ്ടി ജോയ് ചെയ്ത പ്രവൃത്തിയാണിത്. കാരണം ഈ മാലിന്യം, ഈ മനുഷ്യൻ വലിച്ചെറിയുന്ന ഈ മാലിന്യം നീക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അവിടേക്ക് ഇറങ്ങിയത്. 1500 രൂപയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ കണ്ട മൂക്ക് പൊത്തിപ്പോകും, നമ്മൾ കയ്യോ കാലോ ഇടാൻ അറയ്ക്കുന്ന സ്ഥലത്ത് 1500 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി ഈ മനുഷ്യനിടുന്ന വേസ്റ്റ് നീക്കാൻ ഇറങ്ങിയ മനുഷ്യനാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത് അവിടെ. അക്കാര്യവും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. ഈ 2-3 ദിവസത്തെ ചർച്ചകൾക്കപ്പുറം ഈ വിഷയത്തിൽ അധികാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്താൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല. ഇത്തരത്തിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകില്ല. അവർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഒന്ന് ഉണരാനുള്ള ഒരു മനുഷ്യജീവൻ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. പരസ്പരം പഴിചാർന്നതിനപ്പുറം ചന്തു ചന്ദ്രശേഖറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ചന്തു, എനിക്ക് തോന്നുന്നു ചന്തു ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ആദ്യം ഈ തിരച്ചിൽ നടത്തിയ ആ ഭാഗത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ആണ് ആദ്യമായി ഈ ജോയിയെ കാണാതാകുന്നതും തിരച്ചിൽ തുടങ്ങുന്നതും ഒക്കെ അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. അവിടെ ഈ ചന്തുവിനൊപ്പം നമുക്ക് ഈ സുരക്ഷാസേന നമ്മൾ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്. കാരണം അവരുടെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അവർ ചെയ്തിട്ടുള്ള ആ പ്രവർത്തികൾ, മനുഷ്യൻ അറയ്ക്കുന്ന സ്ഥലത്ത് മുങ്ങിത്തപ്പി ഈ മറ്റേ സീവേജ് ലൈനിലൊക്കെ കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് അവർ മുങ്ങി തപ്പിയത്. അവരുടെ ജോലിയുടെ ഭാഗമാണെങ്കിൽ കൂടി അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി അത് ഒരു കാലത്തും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ചന്തുവിന് പുറകിൽ സുരക്ഷാസേനയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ എന്തെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? ഈ നമ്മൾ ആദ്യം ഈ തിരച്ചിൽ നടത്തിയ ഭാഗത്താണ്. അവിടെ ആളുകളുടെ പ്രതികരണം അതൊക്കെ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ശനിയാഴ്ച രാവിലെ 11 മണിയോട് കൂടിയാണ് ജോയി ഈ തോട്ടിൽ, ഈ ആമഴഞ്ചാൻ തോട്ടിൽ ക്ലീനിങ്ങിനായി ഇറങ്ങുന്നത്. അതിനുശേഷം ആ സമയം മുതൽ, ജോയിയെ കാണാതായ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ച വിഭാഗമാണ് ഈ ഫയർഫോഴ്സും അവരുടെ സ്കൂബ ടീം വിഭാഗവും. അവർ ഇപ്പോൾ ഇവിടെ അവരുടെ നടപടികൾ അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കൂടിയാലോചനകൾ നടത്തുകയാണ്. കാരണം ഒഫീഷ്യലായി ചില സാങ്കേതികമായ കാര്യങ്ങൾ കൂടി വരാനുണ്ട്. അതിനുശേഷം അവർ അവരുടെ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങും. ഈ കഴിഞ്ഞ 2 ദിവസവും ഇത്ര ദുർഗന്ധം വമിക്കുന്ന ഈ മലിന ജലത്തിനകത്ത് അവർ നടത്തിയ ആ ഒരു ശ്രമം, ആ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്നെങ്കിലും ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ് പ്രധാനമായ വസ്തുത. നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങൾ കൂടിയുണ്ട്. ഈ എത്രമാത്രം വെല്ലുവിളി ഉണ്ടായിരുന്നു ഈ പരിശോധന നടത്താൻ സ്കൂബ ടീം? ഇതിൻ്റെ ഫുള്ള് വേസ്റ്റാണ്, നല്ല വേസ്റ്റാണ്. അപ്പോൾ ആ വേസ്റ്റ് മാറ്റി മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്ന വേസ്റ്റ് ഏകദേശം ഒരു നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് കട്ടിയാണ്. നമുക്കൊരിക്കലും കൈവച്ച് മാറ്റി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ വേസ്റ്റിൻ്റെ അടിയിലൂടെ ഉള്ള ചെറിയ അളവിലുള്ള വെള്ളത്തിലൂടെ വേണം നമ്മൾ ഡൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ കയ്യിൽ തട്ടുമ്പം എത്ര വേസ്റ്റ് കിടന്നാലും ഒരു മനുഷ്യൻ്റെ ശരീരം നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ബോഡിയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ പോകുന്നത്. കുറേ വേസ്റ്റ് മറ്റു കാര്യങ്ങളായിരുന്നു. അതുപോലെ അത്യാവശ്യം നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. വിഷനില്ലായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. നല്ല സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ അത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. ഈ അകത്തേക്ക് കയറുമ്പോൾ ഈ ഓക്സിജന്റെ ഒക്കെ കുറവ് വല്ലാതെ ഉണ്ട്. അപ്പോൾ അത് എത്രമാത്രം വെല്ലുവിളിയുണ്ട്?
ഓക്സിജൻ്റെ നമ്മൾ സർഫസ് എയറാണ് നമ്മൾ മാക്സിമം ശ്വസിക്കുന്നത്. നമ്മുടെ ഇതിനകത്തുള്ള സർഫസ് എയർ ശ്വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഡൈവ് ചെയ്ത് സർഫസിലേക്ക് വരുമ്പോഴത്തേക്ക് പുറത്തുള്ള ടോക്സിക് ഗ്യാസിൻ്റെ അതിൻ്റെ എല്ലാം ഒരു സ്മെല്ല് അങ്ങനെയുള്ള കാര്യം കുറച്ച് വെല്ലുവിളിയായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ഡൈവ് ചെയ്തത്. തീർച്ചയായിട്ടും അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ സ്കൂബ ടീം അംഗങ്ങൾ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? അതീവ ദുഷ്കരമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യം ഒരാളകപ്പെട്ടു എന്നറിഞ്ഞ മുതൽ നമുക്കും നെഞ്ചിനകത്തൊരു ഇതാണ്, ഒരു അങ്കലാപ്പ് തന്നെയാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക എന്നുള്ള രീതിയിൽ ജീവനോടെ എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു വർക്ക് മാത്രമല്ല, ഞങ്ങൾ പല വർക്ക് ചെയ്യുന്നുള്ള ഒന്നാണ്. പക്ഷേ പുറം ലോകം അറിയുന്നത് ഈ ഒരൊറ്റ കാരണത്താൽ മാത്രമേ ഉള്ളൂ. ഇതിലും വലിയ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇത്രയേ പറയുള്ളൂ, ലക്ഷ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അതിനിടയ്ക്ക് ഉള്ള ചെറിയ തടസ്സങ്ങളൊന്നും ഒരു വിഷയമില്ല തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ മാലിന്യമാണ്. ഈ മാലിന്യം ഒരു ആൾപ്പൊക്കത്തോളം മാലിന്യമുണ്ടെന്നാണ് മനസ്സിലാക്കുക. ആദ്യഘട്ടത്തിൽ മാലിന്യം നീക്കാതെ നിങ്ങളകത്തേക്ക് പ്രവേശിക്കാനും അദ്ദേഹത്തെ എത്രയും വേഗം രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ മാലിന്യം നീക്കാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. അത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഈ പുള്ളി ഒഴുകിപ്പോയ അവസ്ഥയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന വേസ്റ്റ് കുറച്ച് മുകളിലായിട്ടാണ് നിന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി കടക്കുക എന്നുള്ളത് ആദ്യത്തെ നിലയിൽ പറ്റുന്നതല്ലെങ്കിലും ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഒരു 10 മീറ്റർ 2 ഡൈവേഴ്സിനെ കടത്തി വിട്ടു. 2 ഡൈവേഴ്സ് പോയി 10 മീറ്റർ കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു വിളിച്ചു. എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു. വളരെ ദുർഘടം പിടിച്ചതാണ്. താഴെ വേസ്റ്റ് ഉണ്ട്, മുകളിൽ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തോടെ വീണ്ടും എത്രത്തോളം പോകാൻ പറ്റുന്ന കാര്യം ഉറപ്പില്ല. എന്നിരുന്നാലും നമ്മളൊരു റോപ്പിൻ്റെ സഹായത്തോടുകൂടി എത്രത്തോളം പോകാമോ അത്രത്തോളം പോകാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഈ 30 ഫീറ്റ് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയ ഭാഗത്ത് നിന്ന് 30 ഫീറ്റർ അകത്തോട്ട് പോയി. 30 ഫീറ്റർ അകത്തോട്ട് പോയി. അപ്പോൾ ഇത് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചാണ്. ഓരോ സെക്കൻഡും അവർ മെസ്സേജ് ക്ലിയർ ആണ്, അവർ സുരക്ഷിതരാണ് എന്നറിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ പുറകോട്ട് പോയി ഈ 30 ഫീറ്റർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സമയത്തിൻ്റെയും നമ്മുടെ സിലിണ്ടറിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കണം. വെള്ളത്തിൻ്റെ അളവ് താഴുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് താഴുക എന്ന് പറഞ്ഞാൽ മുകളിലുള്ള വേസ്റ്റ്, ആ അടുക്ക് വേസ്റ്റ് ഇവരുടെ ദേഹത്തേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് 30 ഫീറ്റ് അകത്ത് നിൽക്കുന്ന ഒരാളുടെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ 30 മീറ്ററും നമ്മൾ എന്ത് ചെയ്യണം, ഈ വേസ്റ്റ് കട്ട് ചെയ്ത് അകത്ത് പോയാലേ എടുക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഒരു 1 മീറ്റർ പോലും നീളത്തിൽ നമുക്ക് ഈ വേസ്റ്റ് നീക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഈ 30 മീറ്റർ പോയി നമ്മൾ ഇത് നീക്കുമ്പോഴത്തേക്ക് ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ നേരത്തെ ഊഹിച്ചിട്ട് വേണം ഈ ഡൈവർ അകത്തോട്ട് അയക്കാൻ. അപ്പോൾ ഈ ഡൈവർ അകത്ത് നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ആ സമയം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയമാണ്. അത്രയും ഭാഗം അവർ വ്യക്തമായി പരിശോധന നടത്തി അവിടെ എങ്ങും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനപ്പുറത്തോട്ടുള്ള നോക്കിയാൽ മതി. അതുകൊണ്ട് അടുത്ത ഭാഗത്തിറങ്ങി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് സെർച്ച് നടത്തി. അപ്പോൾ 2 ഭാഗത്തും 30 മീറ്റർ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് നടത്തിയതുകൊണ്ട് ഈ ഭാഗത്തില്ലാന്ന് ഏകദേശം നമ്മൾ ഉറപ്പിച്ചു. പക്ഷേ ഈ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചില ഭാഗങ്ങളിൽ നമുക്ക് എത്താൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട്. വേസ്റ്റ് താഴ്ന്നു കിടക്കുന്ന ഭാഗത്തൊരു ഡൈവർക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് എങ്ങാനും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ലഭിച്ചില്ലെന്ന് വരും, കണ്ടില്ല എന്ന് വരെ. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അതേ ഭാഗത്ത് അടുത്ത ദിവസവും വീണ്ടും നമ്മൾ സെർച്ച് നടത്തി. അതും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ വരുന്ന 120 മീറ്ററിൽ അടുത്ത 60 മീറ്ററിലേക്ക് നമ്മൾ നീങ്ങിയത്. അടുത്ത 60 മീറ്ററിലും അങ്ങനെ ഈ പറയുന്നത് പോലെ മാലിന്യത്തിൽ കമഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം, ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 3-ാം നാളാണ് മൃതദേഹം കിട്ടുന്നത്. ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാലിന്യ കൂമ്പാരം നിറഞ്ഞ തോട്ടിൽ, ദുർഗന്ധം വമിക്കുന്ന തോട്ടിൽ കഴിഞ്ഞ 3 ദിവസമായി ഒരു മൃതദേഹം അതിനുശേഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത് പോലെ 2 ദിവസത്തിൽ ഒരു ചർച്ച എന്നതിനപ്പുറം അധികാരികൾ ഇനിയെങ്കിലും കണ്ടു തുറന്ന് ഒന്ന് പ്രവർത്തിക്കണം. ഈ മാലിന്യത്തിന് ഒരു ശാപമോക്ഷം നൽകണം. ആമിഴഞ്ചാൻ തോട്ടിൽ ഈ കാലാകാലങ്ങളായി കോടികളൊക്കെ ആമിഴഞ്ചാൻ തോട്ടിന് വേണ്ടി, ആമിഴഞ്ചാൻ തോട്ടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി കോടികൾ പ്രഖ്യാപിച്ചു. ഈ കോടികളെല്ലാം ആ തോട്ടിലൊഴുകി പോയതല്ലാതെ ഒരു മാലിന്യ സംസ്കരണവും ആ നാട്ടിൽ നടന്നിട്ടില്ല. ലജ്ജിക്കണം തലസ്ഥാന നഗരം, തലസ്ഥാനം ഭരിക്കുന്ന
വഹിക്കുന്നവരൊക്കെ ഒരു മരണം വേണ്ടി വന്നു. ഈ മാലിന്യ കൂമ്പാരം പുറം ലോകം അറിയാൻ ഇനിയെങ്കിലും കണ്ണു തുറന്ന് നമ്മുടെ അധികാരികൾ പ്രവർത്തിക്കട്ടെ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശക്തമായൊരു നീക്കം ഉണ്ടാവട്ടെ, ഒരു നടപടിയിലേക്ക് പോകട്ടെ. പരസ്പരം പഴിചാരലിനപ്പുറം നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം.